യുദ്ധാനന്തര ഗാസയുടെ പുനർനിർമ്മാണത്തിന് 5300 കോടി ഡോളറിന്റെ പദ്ധതിയുമായി ഈജിപ്ത് രംഗത്ത് വരികയുണ്ടായി. ഈജിപ്ത് അറബ് ഉച്ചകോടിയിൽ പ്രധാനമായിട്ടും ആവശ്യപ്പെട്ടത് 5 വർഷത്തിനകം പദ്ധതി പൂർത്തിയാക്കാനും പലസ്തീൻകാരെ കുടിയൊഴിപ്പിക്കുന്നത് ഒഴിവാക്കാനും അറബ് നേതാക്കൾ പിന്തുണയ്ക്കണമെന്നാണ്. പലസ്തീൻകാരെ ഒഴിപ്പിച്ച് ഗാസയെ ഏറ്റെടുത്ത് ഉല്ലാസ കേന്ദ്രമാക്കാനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പദ്ധതിക്ക് ബദലായാണിത്. ഈ പദ്ധതി കൂടുതലും ഈജിപ്ത് കൊണ്ടുവന്നത് എന്നതിലും സംശയം വേണ്ട. ഗാസയുടെ കാര്യങ്ങൾക്കായി ഒരു ഭരണനിർവഹണ സമിതി ഉണ്ടാക്കണമെന്ന ആഹ്വാനം അറബ് ഉച്ചകോടി നടത്തുകയുണ്ടായി. ഹമാസിനെ ഒഴിവാക്കി ഗാസയുടെ ഭാവി ഭരണത്തിനുള്ള ശുപാർശ അന്തിമ പ്രമേയത്തിൽ പരാമർശിക്കുന്നില്ലെന്ന വിലയിരുത്തലും നിലനിൽക്കുന്നുണ്ട്. ഗാസ സ്വന്തമാക്കാനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കത്തിന് ഈജിപ്ത് തയ്യാറാക്കിയ ബദൽ പദ്ധതിയുടെ കരടിൽ ഹമാസിന് ഇടമില്ലെന്ന് യഥാർത്ഥത്തിൽ ഏറെ ശ്രദ്ധേയമാണ്. നിലവിലെ ഭരണകർത്താക്കളായ ഹമാസിന് പകരം അറബ് പാശ്ചാത്യ രാജ്യങ്ങൾ നിയന്ത്രിക്കുന്ന ഇടക്കാല ഭരണ സംവിധാനം ഗാസയിൽ കൊണ്ടുവരുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്.